അത് കഴിഞ്ഞ് ഞാനിവിടെ സ്കൂളിൽ അധ്യാപകരോടൊക്കെ പറഞ്ഞു, സാറേ അതിൽ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. കുടുംബവേദിയിലെ ദിനേശൻ ചേട്ടൻ്റെ അപേക്ഷ കൊണ്ട് കൊടുത്തു. ഹരിചേട്ടന് 18-ാം തീയതി വരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 8-ാം തീയതി എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹരിചേട്ടന് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളത് കാരണം ഹരിചേട്ടനൊന്നും വരാൻ പറ്റിയില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ദിനേശ് ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു, മനോജ് അത് ഓക്കെയാണ്, അത് ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. അതിന് ചേർത്തലയിൽ നിന്നും നമ്മുടെ ഒരു കൺസൾട്ടൻസി വരുന്നുണ്ട്, അവരെ അതിന്റെ സംവിധാനങ്ങൾ കാണിക്കുക, അത് ചെയ്തു തരും എന്ന് പറഞ്ഞു. തീർച്ചയായും അവരെ എനിക്ക് 5-6ാമത്തെ ദിവസം സംഭവം ഫിറ്റ് ചെയ്തു. പക്ഷെ ഫിറ്റ് ചെയ്തെങ്കിലും അത് ഉപയോഗിക്കുന്നത് ഹരിചേട്ടന്റെ കൈകൊണ്ട് തുടങ്ങി വെക്കണം എന്നത് ഞങ്ങളുടെ ഒരു വാശിയാണ്. ഹരിചേട്ടൻ വന്നത് ഉദ്ഘാടനം ചെയ്യണമെന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഹരിചേട്ടന്റെ ഒരു തീയതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും നാള് അത് വെച്ചുപോയി. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഭയമുണ്ടായിരുന്നു. കാരണം നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ താലൂക്കുകളൊക്കെ അവധി പ്രഖ്യാപിച്ചു. ചേർത്തല താലൂക്കിന് അവധി, കുട്ടനാട് താലൂക്കിന് അവധി, വലിയ കുഴപ്പമില്ലാത്ത മഴയായിരുന്നു നമ്മളുടെ അവിടെ. പക്ഷേ നമ്മുടെ കളക്ടർമാർ ഏതായാലും നമുക്ക് അവധി തന്നില്ല. അതിൽ പ്രത്യേകമായൊരു നന്ദി കളക്ടർ സാറിന് ഞങ്ങൾ പ്രഖ്യാപിക്കും. കാരണം അവർ അവധി പ്രഖ്യാപിച്ചതെങ്കിൽ പ്രിയപ്പെട്ട ഹരിചേട്ടൻ വന്നിട്ട് ഇവിടെ ഇത്രയും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മുഖം കാണാതെ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റാതെ പോകേണ്ടി വരുമെന്നുള്ളൊരു ദുഃഖമായ ആ ഒരു കാര്യത്തിൽ ഹരിചേട്ടൻ എപ്പോഴും പറയാം, അമ്പലപ്പുഴ കണ്ണൻ എന്റെ കൂടാണ്. തീർച്ചയായിട്ടും അമ്പലപ്പുഴ കണ്ണൻ വീണ്ടും ഹരിചേട്ടന്റെ കൂടെ ഉണ്ടെന്നുള്ള കൃത്യമായി തെളിഞ്ഞിരിക്കുക. ഈ ബാലന്മാരെ, ഈ ഗോപാലകന്മാരെ കൂടെ നിന്ന് സന്തോഷത്തോടു കൂടി ഈ ഒരു ചടങ്ങ് ഭംഗിയാക്കുവാൻ പ്രിയപ്പെട്ട ഹരിചേട്ടനെ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഇവിടുത്തെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ തീർച്ചയായും അതിലേറെ സന്തോഷമുണ്ട്. തീർച്ചയായും കടപ്പാടുണ്ട്. പ്രിയപ്പെട്ട ഹരിചേട്ടനോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഞങ്ങൾക്ക് ചില ചെറിയ പാകപ്പിഴകളും പോരായ്മകളും ഒക്കെയുണ്ട്. അത് ഞങ്ങൾ ചെറിയ ചെറിയ അപേക്ഷകളായി അങ്ങയുടെ മുമ്പിലേക്ക് വരുമ്പോൾ, കുടുംബവേദിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ സ്നേഹപൂർവ്വം അതുകൂടി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളെ സഹായിക്കണമെന്ന വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി ഈ അവസരത്തിൽ ഞാൻ കുടുംബവേദിയുടെ പ്രവർത്തകരുടെ മുമ്പിൽ സ്ഥാപിച്ചു. എല്ലാവരും പറയും ഗവൺമെന്റ് സർക്കാർ സ്കൂളാണ്. പക്ഷേ സർക്കാർ സ്കൂളുകൾക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സർക്കാരിന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകാൻ ചിലപ്പോൾ ഒരു പക്ഷേ അനുവദിച്ചേക്കാം. പക്ഷെ അത് സമയബന്ധിതമായി നമുക്ക് കിട്ടാൻ ഒത്തിരി താമസമുണ്ട്. പക്ഷെ ഹരിചേട്ടനെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു പൊതു സമൂഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വ്യക്തി, അതുപോലെ രാധാകൃഷ്ണൻ ചേട്ടൻ അടക്കമുള്ള വേദിയുടെ പ്രവർത്തകർ, അവർ വളരെയധികം ആത്മാർത്ഥമായി നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ, അമ്പലപ്പുഴയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കുടുംബവേദി കഴിഞ്ഞ കുറച്ചു കാലമേയാണ് കുടുംബവേദി ആരംഭിച്ചിട്ട്. പക്ഷേ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് അമ്പലപ്പുഴയിലെ വീടില്ലാത്ത നിരവധി ജനങ്ങൾക്ക് വീട് സൗജന്യമായി നിർമ്മിച്ചു കൊടുത്ത ഒരു സദസ്സാണ് ഈ കുടുംബവേദി. തീർച്ചയായിട്ടും അതിന് അവരെ ഹൃദയപൂർവ്വം ഇതിന്റെ മുഴുവൻ പ്രവർത്തകരെ അതിന് ശക്തമായ നേതൃത്വം നൽകാൻ ഹരിചേട്ടൻ ഉൾപ്പെടെയുള്ളവരെ ഹൃദയം തുറന്ന ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കുടുംബവേദിയുടെ ഒരു